ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിത്യ ഇപ്പോൾ ശിവാനന്ദൻ്റെ വീട്ടിലാണ്. എന്നാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് നിത്യ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ്. അവിടുത്തെ അമ്മയുടെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ അവസ്ഥ, ജീവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷൻ. ആ കാര്യങ്ങളാണ് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ശ്രുതി പറയുന്നു, ആ കുടുംബത്തെ അയാൾ തല്ലിയോ കൊല്ലയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇത് കേട്ട് നിത്യ പറയുന്നു, എന്താ ശ്രുതി നീ ഇങ്ങനെ പറയുന്നത്? അയാൾ ചെയ്ത കുറ്റത്തിന് ബാക്കിയുള്ളവരെ എന്ത് പിഴച്ചു? ആ അമ്മ അത്രയും പറയുമ്പോൾ ശിവാനന്ദൻ നിത്യയോട് പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ? ആ അമ്മയോടുള്ള സ്നേഹം പറഞ്ഞ് ജീവനം തുറച്ച് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഏട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി ആരുടെയും പക്ഷവും ചേരണ്ട. എന്നോട് വിരോധം തോന്നിയാലും കുഴപ്പമില്ല. ഏട്ടൻ എന്നെ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്. നിന്റെ കാര്യത്തിൽ അതിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ചെല്ല് എന്ന് ശിവാനന്ദൻ പറയുന്നു. എന്നാലും നിത്യ സങ്കടത്തോടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തിനാ സംസാരിച്ചത് എന്ന് ശിവാനന്ദൻ്റെ ഭാര്യ പറയുന്നുണ്ട്. ശബ്ദം കുറച്ച് ഉയരുന്നുണ്ടെങ്കിൽ അത് ചങ്കിലെ സങ്കടം കൊണ്ടാണ്. ഒന്ന് ആലോചിച്ചാൽ അത് എൻ്റെ മോൾക്ക് മനസ്സിലാകും എന്ന് ശിവാനന്ദൻ പറയുന്നു. ഇത് നിത്യ കേട്ടു. പൊറുക്കാൻ പറ്റില്ല ചന്ദ്രികെ, എൻ്റെ ഏട്ടൻ്റെ കാര്യം എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിലെ ഒരൊറ്റ ഒരെണ്ണം എൻ്റെ ഉമ്മറത്ത് കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ പോയി, ഇനി അവളെൻ്റെ മൂത്ത മകളാണ്. അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും സ്വസ്ഥമാക്കിയിട്ടേ ഉള്ളൂ ഇനി എന്തും എന്ന് ശിവാനന്ദൻ പറയുന്നു. ഇതും നിത്യ കേൾക്കുന്നുണ്ടായിരുന്നു. നിത്യ ഇത് കേട്ട് സങ്കടത്തോടെ ഇരിക്കുന്നു. ഇതേസമയം ജീവന്റെ വീട്ടിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ്. അവിടെ ഇരുന്ന ഒരു കത്തി എടുത്തിട്ട് സുജാതയുടെയും ശരവണന്റെയും ജ്യോതിയുടെയും ഒക്കെ നേരെ വന്നു. അയ്യോ വേണ്ടയ്യ എനിക്ക് ശരവണൻ പറയുന്നുണ്ട്. എന്നാലും അവർക്ക് നേരെ കത്തി ഇങ്ങനെ നീട്ടി കാണിക്കുകയാണ് ജീവൻ. എല്ലാവരും പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നു. നിങ്ങളുടെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നിത്യ എവിടെയാണെന്ന് പറയണം, ഇല്ലെങ്കിൽ ചാകണം. അവളെ രക്ഷിക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ അവരെ കൊന്നിരിക്കും എന്ന് ജീവൻ പറയുന്നുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ പറയുന്നിട്ട് അവിടെ കിടന്ന് അലറുകയാണ് ജീവൻ. എല്ലാവരും പേടിച്ച് കരയുകയാണ്. ജ്യോതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുന്നു. തൊഴുതുകൊണ്ട് ശരവണൻ ജീവന്റെ മുന്നിലിരിക്കുന്നു. ഒടുവിൽ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ജീവൻ. എന്നിട്ടും കത്തി മാറ്റിയിട്ടില്ല. കത്തി അവർക്ക് നേരെ വീശി ഇങ്ങനെ ഇരിക്കുന്നു. തുടർന്ന് നിത്യ കിടക്കുകയാണ്. കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. ഈശ്വരാ, ഇപ്പോൾ എന്തായിരിക്കും വീട്ടിലെ അവസ്ഥ? എന്നെ കാണാതെ ജീവൻ അമ്മയുടെ പക്കൽ എല്ലാ പകയും തീർത്ത് കാണും. പാവം അമ്മ എനിക്ക് വേണ്ടി എന്തും സഹിക്കുന്നു. എന്തു വന്നാലും ഞാൻ ഇവിടുന്ന് പോരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നിത്യ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് നിത്യ ചാടി എഴുന്നേറ്റു. എന്നിട്ട് നിത്യ അമ്മയെ ഫോൺ വിളിക്കുകയാണ്. ഇതേസമയം എല്ലാവരും ജീവന്റെ പിടിയിലായിരുന്നു. അപ്പോഴാണ് കോള് വരുന്നത്. കോള് വരുന്നപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ടെൻഷനാകുന്നു. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് അവരെടുക്കുന്നില്ല. ഒന്നുകൂടി വിളിക്കുകയാണ് നിത്യ. ഇപ്രാവശ്യം വിളിച്ചിരിക്കുന്നത് ജ്യോതിയുടെ ഫോണിലേക്ക്. ജ്യോതി ആ ഫോൺ എടുക്കാനായി പതിയെ പോകുന്നു. ഹലോ നിത്യേച്ചി എന്ന് പറഞ്ഞ് ജ്യോതി കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. ഞങ്ങൾ രക്ഷിക്കും നിത്യേച്ചി, ജീവേട്ടൻ ഇവിടെ ഭയങ്കര ബഹളമാണ്, ഞങ്ങളെ കൊല്ലും നിത്യേച്ചി എന്നൊക്കെ പറഞ്ഞ് ജ്യോതി കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ജീവൻ കേട്ടു. പെട്ടെന്ന് ജീവൻ കാലുതുള്ളി ജ്യോതിയുടെ അരികിലേക്ക് വന്നു. പെട്ടെന്ന് ഫോൺ കട്ടാക്കി വെച്ചിരിക്കുകയാണ് ജ്യോതിയുടെ നേർക്ക് ജീവൻ വന്നിട്ട് ജ്യോതിയുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുകയാണ്. പെട്ടെന്ന് സുജാതയും ശരവണനും ഓടി വന്നു. അവളെ വിട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിത്യക്ക് ഇനി അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. അവളെ വിടടാ എന്നൊക്കെ സുജാത ജീവനോട് പറയുമ്പോൾ ജീവൻ പെട്ടെന്ന് അലറിക്കൊണ്ട് സുജാതയുടെ നേരെ നീങ്ങുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവൾ വരും. അവള് നിങ്ങളുടെ ആത്മാവല്ലേ? സുജാത പറയുന്നു, വരില്ല, അവള് വരുത്തും, ഈ രാത്രി തന്നെ ഞാൻ അവളെ വരുത്തുമെന്ന് ജീവൻ പറയുന്നു. വീണ്ടും ഒരു ഭ്രാന്തനെ പോലെ ആ സോഫയിൽ ഇരുന്നിങ്ങനെ ചിരിക്കുകയും മറ്റു കോപ്രായങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ജീവൻ. പേടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ജ്യോതി. ഈ രാത്രി തന്നെ ഞാൻ അവളെ വരുത്തും എന്ന് പറഞ്ഞ് ജീവൻ ചിരിക്കുകയാണിപ്പോൾ. ഇതേസമയം നിത്യ ആരുടെയും കണ്ണിൽ പെടാതെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. ആരും കാണാതെ വീട് വിട്ടിറങ്ങുന്നു. ഇത്രയും നേരമായിട്ട് അവൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ ആരും പറഞ്ഞില്ല. ഇനി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് വീണ്ടും ജീവൻ സുജാതയുടെ നേർക്ക് വരുന്നു. നിങ്ങൾക്ക് വേദനിച്ചാൽ അവൾ വരും, അമ്മ ചോരയിൽ കിടന്ന് പിടഞ്ഞാൽ അവൾ ഓടിയെത്തും എന്നൊക്കെ പറയുമ്പോൾ ജ്യോതി കരഞ്ഞുകൊണ്ട് ജീവന്റെ കാൽക്കൽ വീഴുകയാണ്. ഏട്ടാ ഒന്നും ചെയ്യല്ലേ, അമ്മയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ച് കരയുകയാണ് ജ്യോതി. മോളെ നീ മാറ് എന്നൊക്കെ സുജാത പറയുന്നു. മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ജ്യോതിയെ തട്ടി മാറ്റുകയാണ് കാലുകൊണ്ട് തന്നെ ജീവൻ. പിന്നെയും ജീവന്റെ കാൽക്കൽ വീണ് കരയുകയാണ് ജ്യോതി. എന്നാൽ സുജാതയാണെങ്കിൽ ഒരടി പതറാതെ നിൽക്കുന്നു.
മോളെ മാറി നിൽക്കി, ഇവൻ എന്നെ കൊല്ലട്ടെ എന്നൊക്കെ സുജാത പറയുന്നുണ്ട്. ശരവണനും ജീവനെ തടയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാതെയാണ് ജീവൻ സുജാതയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാറട എന്ന് പറഞ്ഞ് ശരവണനെയും തട്ടിമാറ്റുന്നു. ഇനി എൻ്റെ അടുത്ത് വന്നാൽ ആരാണെന്ന് നോക്കില്ല, കൊന്നു കളയും ഞാൻ എന്ന് ഉറക്കെ പറയുകയാണ് ഇപ്പോൾ ജീവൻ. പെടേണ്ടത് ഇവരാണ്. ആ പെടച്ചിലിൽ ഇവരുടെ ശബ്ദം ഞാൻ അവിടെ കേൾപ്പിക്കും എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് നേരെ കത്തി വീശിയിരിക്കുകയായിരുന്നു ജീവൻ. പെട്ടെന്ന് ജീവ നിർത്ത് പറഞ്ഞ് നിത്യ അവിടെ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ, അമ്മയെ വെറുതെ വിട്ടേക്ക് എന്ന് നിത്യ പറഞ്ഞു. നിത്യ വന്നപാടെ ജീവൻ ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നു. ഭയത്തോടെ നിൽക്കുകയാണ് സുജാത. നിത്യ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ പോ എന്ന് സുജാത പറയുന്നു. വേണ്ടമ്മേ, ഞാൻ കാരണം അമ്മ ഒരു കത്തിയുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, സ്വബോധമില്ലാത്ത ഈ മനുഷ്യന് എന്നിട്ടെങ്കിലും ബോധം തിരിച്ച് കിട്ടിയാലോ എന്നൊക്കെ നിത്യ പറയുമ്പോൾ നിത്യയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജീവൻ. ഇതാണ് സ്നേഹം, ചങ്ക് പറിച്ചു കൊടുക്കുന്ന സ്നേഹം, ജീവൻ കൊടുക്കുന്ന സ്നേഹം. ആ ജീവനടി എനിക്ക് വേണ്ടത്. അതിനാണ് ഞാൻ ഇത്രയും നേരം കാത്തുനിന്നത് എന്നൊക്കെ ജീവൻ പറയുന്നു. എന്നിട്ട് ഒരലർച്ച അലറുമ്പോൾ സുജാത വീണ്ടും പെട്ടെന്ന് നിത്യയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു, എന്നെ കൊന്നിട്ട് നീ ഇവളെ തൊട്ടാൽ മതി, അല്ലാതെ നീ ഇവളെ തൊടില്ല. മാറി നിൽക്കേ എന്നൊക്കെ സുജാതയോട് ജീവൻ പറയുന്നുണ്ട്. സുജാത മാറാത്തതിനാൽ സുജാതയെ പിടിച്ച് സോഫയിലേക്ക് തള്ളുകയാണ് ജീവൻ. എന്നിട്ട് നിത്യയുടെ കഴുത്തിൽ പിടിച്ചു ഞെരിക്കുന്നു. നിത്യയെ കൊല്ലാനായി കത്തിവീശി അങ്ങനെ നിൽക്കുകയാണ് ജീവൻ. രക്ഷപ്പെടാൻ വേണ്ടി സുജാത വീണ്ടും ജീവന്റെ തലയ്ക്ക് അടിച്ചിരിക്കുകയാണ്. എന്തോ ഒരു സാധനം വെച്ച്, ഒരു ഫ്ലവർ വേസ് വെച്ച് അടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ ഇതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിൽ ജീവൻ അവിടെ കിടക്കുന്നുണ്ട്. തലയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നു. ഇതേ സമയത്ത് ആംബുലൻസിൽ അവർ എത്തിയിരിക്കുന്നുണ്ട്. മേഡം, ഞങ്ങൾ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ജീവനെ ആ 2 അറ്റൻഡർമാർ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. പക്ഷേ ജീവൻ അവരുടെ ഇടയിൽ നിന്നും കുതറിമാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അവർ ജീവനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആംബുലൻസിൽ കയറാതിരിക്കാൻ വേണ്ടി ചവിട്ടയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ജീവനെ തള്ളിക്കയറ്റുകയാണ് അവർ. 2 അറ്റൻഡന്മാരും ജീവന്റെ കൂടെ അവിടെ കയറിയിരിക്കുന്നു. ഉടൻ തന്നെ സുജാത പറയുന്നുണ്ട്, വണ്ടി എടുക്ക്, നമുക്ക് പോകാമെന്ന്. ജ്യോതിയെ അവിടെ ആക്കിയിട്ടാണ് ഇവർ സുജാതയും നിത്യയും ശരവണനും പോകുന്നത്. വളരെ സങ്കടത്തോടെ അവിടെ ഇരുന്ന് കരയുകയാണ് ജ്യോതി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ജീവൻ. അവർക്ക് തൊട്ട് പിന്നാലെ തന്നെയുണ്ട് ശരവണനും സുജാതയും നിത്യയും ഒക്കെ. കൈ കെട്ടി വെച്ചിരിക്കുകയാണ് ജീവന്റെ. ഒരടി പോലും ജീവൻ നടക്കുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളിക്കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് എല്ലാവരെയും തട്ടി മാറ്റുകയാണ് ജീവൻ. എന്നിട്ട് അവരെ ഉപദ്രവിക്കുന്നുണ്ട്. പേടിച്ചു നിൽക്കുകയാണ് സുജാതയും നിത്യയും ഒക്കെ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.